അതെങ്ങനെയാണെന്നറിയാം, അത് ഇപ്പൊ എനിക്കിപ്പോ നല്ല ഇച്ചിരി ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും ഒരു അത് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചില ആൾക്കാർ ചില ഇഷ്ടങ്ങൾ വരും, മനസ്സിലായി? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പൊ എനിക്കിപ്പം ഡ്രസ്സിലായിരിക്കില്ല ചിലപ്പോ ഞാൻ പൈസ കൂടുതൽ ചെയ്യുന്ന, ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിന് വാച്ചിലായിരിക്കും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ഷൂ ആയിരിക്കും, മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അത് അങ്ങനെ ചെയ്ത് നടക്കാൻ ഇഷ്ടമാണ്. അതെ 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 അതെ, അങ്ങനെ ചില ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അത് ഓരോരുത്തർ താല്പര്യമാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ നോർമലി ഇങ്ങനെയാണ്, അതായത് നമുക്കിതാണ് ഏറ്റവും ലാസ്റ്റ്, നേരത്തെയാണ് നമ്മൾ ഇങ്ങനെ തന്നെ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ നമുക്കൊരു ഇപ്പൊ ഇനി എത്ര പൈസ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു വലിയ കടയിൽ കയറിയാലും നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങിപ്പോകും, നമ്മൾ ഇങ്ങനെ വലിയ ബഹളം ഇല്ലാതെ. പക്ഷെ നമ്മളതിൽ അറിയാത്ത കടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് സ്വഭാവം മാറും. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ എവിടെയാണ് ആലുവയെന്ന് അകത്തെ ഒരു കഞ്ഞിക്കട കയറി, അവിടെ വരുന്ന ആർക്കും നമ്മൾ അറിഞ്ഞുകൂടാ, അവിടെ കിടന്ന് അക്രമം വരുന്നു. ചേട്ടാ പപ്പടം ഇവിടെ വന്നില്ല, ചേട്ടാ ഇത് വന്നില്ല, അത് വന്നില്ല. അതേസമയം വേറെ കടകളിലൊക്കെ കയറി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ചേട്ടാ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് രീതി. അതെ, അല്ലാതെ അത് വേറെ ഒരു കാര്യം കൊണ്ടല്ല, സിംപ്ലിസിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരെ. ഇപ്പൊ നമ്മള് ഇതില് ഇങ്ങനെ ഒരു മേഖല അറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഇതേ കണക്കായിരിക്കും നമ്മൾ നിൽക്കുന്ന, മനസ്സിലായി? ഇതേ ഡ്രസ് ആയാലും കാര്യമായാലും ഏത് രീതിയാണെങ്കിലും. വിനീത് എന്നോട് പണ്ട് മലർവാടി ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ കാഷ്വൽ ടോക്കിൽ വിനീത് പറഞ്ഞ സാധനം പെട്ടെന്ന് ഓർത്താ, ഇപ്പൊ വിഷ്ണു ഞാനും ഫ്രണ്ട്സാ. വിഷ്ണു ഭയങ്കര വെൽ ഓഫാ, ജോലി പഠിത്തം കോളേജ് കഴിഞ്ഞു വലിയൊരു കമ്പനി ജോലി കിട്ടി. ഞാൻ തോറ്റൊക്കെ നടക്കുക, സപ്ലൈക്ക് എഴുതി നടക്കുക. അപ്പൊ അടുത്തൊരു വരവിൽ അപ്പൊ അമേരിക്കയിലാന്ന് നോക്കുക. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട്, നവീൻ എന്ന് പറഞ്ഞു. ഒരു നല്ല ബുദ്ധിയുള്ള നല്ലൊരു മനുഷ്യൻ ചെയ്യുന്ന എന്റെ വിനീത് പറഞ്ഞപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്തേ. വിഷ്ണു അടുത്ത വരവ് വെക്കേഷന് വരുമ്പം സന്തോഷത്തിന് എന്നെ കൊണ്ടുപോകേണ്ടത് ഒരു സ്റ്റാർ 5 സ്റ്റാറിന് ആയിരിക്കാം, പക്ഷെ ശരിക്കും കൊണ്ടുപോകേണ്ടത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ വന്ന് കംഫർട്ടബിൾ ആവില്ല. ഇത് പണ്ട് വിനീത് പറഞ്ഞ അവന് കംഫർട്ടബിൾ ചിലപ്പോൾ നാട്ടിൻപുറത്തെ ഒരു സ്ഥലമായിരിക്കും, നമ്മുടെ ധനസ്ഥിതി കാണിക്കാനല്ലോ. അപ്പൊ മറ്റേ ആളും അതിനല്ല. പക്ഷെ നമ്മൾ സെൻസിബിൾ ആയി ചിന്തിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് കംഫർട്ടബിൾ അവിടെ നമ്മൾ പോകണ്ട. മറ്റേടത്ത് അയാളെ നമ്മൾ സന്തോഷം കാണാൻ എല്ലാം കൊണ്ടുപോയാലും ചിലപ്പോ അയാൾ അയ്യോ അയാൾക്ക് ചിലപ്പോ അവിടെ പെരുമാറാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പോയി ചെയ്തിട്ടുള്ള റീലുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഹെൽത്ത് കുട്ടൊക്കെ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ബ്രേക്കിൽ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതായത് നിങ്ങൾ ചെയ്ത റീലുകളുടെ പേരിൽ സാധാരണ നാട്ടുകാർ, സാധാരണ കുട്ടികൾ വന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഫാനാണെന്ന് പറയാ, അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിന് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? സന്തോഷം, അതായത് നമ്മളിപ്പോ തിരിച്ചറിയുന്നത് അത് ഇപ്പൊ നല്ലൊരു രീതിയിൽ നമ്മളെ തിരിച്ചറിയുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിപ്പം റീല് മാത്രമെന്ന് പറയുന്നില്ല, ഈ റീല് ഓഡിയൻസ് അല്ല സിനിമയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചില ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, കൊച്ചുമക്കള്, വലിയ ആൾക്കാര്, ചില അമ്മമാര്, അവരൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര സന്തോഷമാണ് നമ്മൾ. അതായത് നമ്മൾ ചെയ്യുന്ന കൂടുതലും പയ്യന്മാരെ ആണെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്ത് നമ്മൾ അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരത് കാണാൻ സാധ്യത ഇല്ല, പക്ഷെ അവരെ തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം, മനസ്സിലായില്ലേ? ഇപ്പൊ അത് തന്നെയാണ് ചേട്ടൻ പറയുന്നത്, ചില വീഡിയോസ് ആദ്യം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവൂല, അത് അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യം ആദ്യമേ കിട്ടൂല. അതിപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിൽ കയറിയാലും അങ്ങനെയാണ്. ഒരു പുതിയ ഗ്യാങ്ങിനിടെ ചെല്ലുമ്പോൾ അവർ ചിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിരിക്കൂല, മനസ്സിലാവില്ല. പക്ഷെ കുറച്ചാൾ കൂട്ടുകൂടുമ്പോൾ നമുക്കെല്ലാം കണക്റ്റഡ് ആയിരിക്കും. അതാണ് നമ്മളെ റീലിലെ കണക്ഷൻ വരുന്നത്. മുന്നേ കണ്ടാലേ ഇത് വരുമ്പോൾ ചിരി വരുള്ളൂ. അതിന് നമ്മളെ കൂട്ടുകാരുടെ ചില കാര്യങ്ങളൊക്കെ കളിയാക്കി ചിരിക്കുന്ന പോലെ നമ്മൾ ആ ഒരു വേൾഡിൽ വരുമ്പോ പിന്നെ ആ ഒരു സാധനം കിട്ടും. അതെ അതെ അതെ, പുറത്തുനിന്ന് ചില ആൾക്കാർ വരുമ്പോ ആദ്യം അക്സെപ്റ്റ് ആവൂല എല്ലാവർക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവര് ആദ്യം എതിർക്കും, നോക്കും, പിന്നെ അവർ കണ്ടുവരുമ്പോ ഇഷ്ടപ്പെടും. പിന്നെ ആൾക്കാർ അത് കണക്ക് തന്നെ ഈ വഴി വെച്ച് കാണുമ്പോഴും നമ്മളടുത്ത് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് തിരിച്ചറിയുന്നല്ലോ, ഇങ്ങനെയാണല്ലോ, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സീനിയർ ആക്ടേഴ്സും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ അജു ചേട്ടനുണ്ട്, ബീജ് ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. സുധീഷ് ചേട്ടനുണ്ട്, വിജയ് ബാബു ചേട്ടനുണ്ട്, അൽഫോൺസ് പുത്രനുണ്ടല്ലേ. കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എടുത്തു പറഞ്ഞ അൽഫോൺസ് പുത്രൻ ഉണ്ടല്ലേ. തെറ്റാ. അപ്പൊ ഈ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ, അതായത് നിങ്ങളുടെ അല്ല, അപ്പൊ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഇവരെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ.
അപ്പൊ അവർ നിങ്ങളുടെ കൂടെ വന്ന് അഭിനയിക്കുന്നു, ഇവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഐസ് ബ്രേക്ക് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് അവരായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഒന്ന് മാറിക്കണ്ടല്ലോ, അത് എങ്ങനെ സംഭവിക്കുക? അത് മെയിൻ കാര്യം അവർ ഇങ്ങോട്ടൊന്നും ഞാൻ ആ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ച് വന്ന് ഇതാവാൻ വേണ്ടി നിൽക്കുമ്പോ അവർ ഇങ്ങോട്ട് സംസാരിച്ച് എല്ലാം ലെവലാക്കി അജി ചേട്ടനായ പോലും ഇങ്ങോട്ടാണ് വീഡിയോ കൊള്ളാം നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങോട്ട് ഈ വന്ന് വാഴ 1-ന്റെ പ്രൊമോഷൻ സമയത്ത് സെന്തരാസാസി പോയിട്ട് ഹാഷിർ ആൻഡ് ടീം എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ, ആരാധക വൃന്ദങ്ങൾ, ഏതാണ് ഇവർ എന്നുള്ള ഏത് തനി അസൂയയുടെ ഭാഗമായി ശ്രദ്ധിച്ച് അവസാനം ഇഷ്ടം ആയി മാറിയ ആണ് ഇവരുടെ വീഡിയോസിലൂടെ. എന്നിട്ടാണ് ഞാൻ വാഴ 2-ലോട്ട് എത്തുന്നത്. അത് ഞാൻ എത്തുന്ന പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമുണ്ട്. ബിപിൻ ദാസ് വിളിച്ചു, സർ ഇത്രയും ദിവസമുള്ളോ, ഇനി കൂട്ടിക്കോളൂ. അങ്ങനെ മിക്കവരും ഓൾറെഡി വീഡിയോസ് ആ സമയം പോയി വാഴ 1 കഴിഞ്ഞൂടെ അവരുടെ പണിയെടുത്ത്, അല്ലാതെ ചുമ്മാ നോക്കി ഒരാൾ ഇഷ്ടപ്പെടുന്നല്ലോ. അവര് പണിയെടുത്തുണ്ടാക്കിയ കഥാപാത്രങ്ങളും സീനുകളും കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു. അൽഫോൺസ് പുത്രൻ എങ്ങനെയാ ബ്രേക്ക് ചെയ്തത്? അടിപൊളിയാണ്, രസമാണ്. പുള്ളി നല്ല ക്യാരക്ടറാണ്. പുള്ളിയുടെ ചെയ്യുന്ന ഒരു സീനായ പോലും നമുക്കൊരു കംഫർട്ട് ഉണ്ട്. ആള് ഭയങ്കര ഒരു ഹാപ്പി മനുഷ്യൻ, ഒരു കംഫർട്ട്, അൽഫോൺസിന്റെ സീൻ കാലക സീൻ. അതെ നല്ല കംഫർട്ട്. ഞാൻ അൽഫോൺസിന് മെസ്സേജ് അയച്ചു ആ ഡബ് കണ്ടപ്പോ, നിങ്ങൾ കലക്കി കളഞ്ഞു. ഒരു കംഫർട്ട്. അത് മാത്രമല്ല ഒരു നമുക്ക് വലിയൊരു സീനിയർ ആക്ടറാണ്. അതുകൊണ്ട് പുള്ളി ആദ്യമേ എല്ലാവരും, അജിചേട്ടനായാലും ബിജുക്കുട്ടൻ ചേട്ടനായാലും സുധീഷ് ചേട്ടനായാലും എല്ലാവരും നമ്മൾ മിങ്കിൾ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഞാനൊരു സീനിയർ ആക്ടറാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല. അവർ സംസാരിക്കുന്ന രീതിയായാലും നമ്മളെ കംഫർട്ടാക്കി, നമുക്ക് നമ്മളെ കൂടെ ചെയ്യുന്ന ഓരോ സീനായാൽ പോലും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ ഇവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. ഇത് സിനിമയെ നമുക്ക് കിട്ടിയതല്ല, നമുക്കിപ്പം ആൾക്കാരെ കിട്ടിയ സ്നേഹവും ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഇതൊന്നും നമുക്ക് സിനിമയെന്ന് വന്നതല്ല. ഇത് നമ്മൾ വേറൊരു മേഖലയെ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിൽ അവർ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര അംഗീകാരമാണ്. നമ്മൾ ഇതൊന്നും ഒന്നും കരുതാതെ, അതായത് പണ്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ അടുത്തിരിക്കുന്നതും സംസാരിക്കുന്നതും ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പോഴും, അതായത് നമ്മൾ ഇന്നായാലും ഇന്നിപ്പോ ഒരു കടയിൽ കയറിയാലും നമ്മൾ സംസാരിക്കും, ഇന്ന് ആരോടെ ഇരുന്നത് നീ ചേട്ടനോട് ഈ ഇടയ്ക്ക് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരുന്ന് കുത്തിയൊക്കെ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് സിനിമ എന്നിട്ട് കയറുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോ അതെ അതെ. പിന്നെ ഒരുണ്ട് നമ്മള്, അതായത് നമ്മൾ കൊച്ചിയിലെ ടിവിയിലും തിയേറ്ററിലെ കണ്ട ആളോടെ നമ്മളിന്ന് അഭിനയിച്ചെന്നൊരു ചേട്ടനോട് അഭിനയിച്ച സീനായാലും എല്ലാവരുടെ ആ ഒരു സംസാരം ഇങ്ങനെ പറയുകയും ചെയ്തു. അതായത് എങ്ങനെയാണെന്നറിയോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാബ കല്യാണം, പണ്ടൊക്കെ നമ്മൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴാണ് കൊച്ചുപിള്ളേർ എല്ലായിടത്തും കൊണ്ടുപോകണം, സ്കൂളിലേക്ക് പഠിക്കും. അതുകൊണ്ട് പണ്ട് തിയേറ്ററിൽ കൊണ്ടുപോയിരുന്നു സിനിമ കാണിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ നമ്മളെല്ലാം കൂടെ ബാബ കല്യാണിയാണ് കാണിക്കാൻ കൊണ്ടുപോയ ലാലേട്ടന്റെ പടം. അപ്പൊ ഞാൻ എത്രയുണ്ട്, ഞാൻ ആ സിനിമ കണ്ട ആ ലാലേട്ടന്റെ പടത്തിന്റെ കൂടെയാണ് ഇപ്പം. അപ്പൊ ഞാൻ ഇത് എങ്ങനെ സന്തോഷം, ആരാധന ഉള്ള അതൊരു, അത് സോഷ്യൽ മീഡിയ അതിനെ എങ്ങനെ ഡൈസെക്ട് ചെയ്ത് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ നന്ദിയായിരിക്കും.